എന്ത് പ്രതിസന്ധി ഉണ്ടെന്നാ പറയുന്നത്? അല്ല, ഇത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം വല്ല നിയമ നടപടികളിലേക്ക് ഈ അജിത് പവാർ പക്ഷം പോയി കഴിഞ്ഞാൽ കൂറുമാറ്റ നിരോധന പ്രകാരം വരണമെന്നുണ്ടെങ്കിൽ ശരത് പവാറിനും സുപ്രിയയ്ക്കൊന്നും കുഴപ്പമില്ല, ജിതേന്ദ്രബാദിനൊന്നും കുഴപ്പമില്ല. അവർ നിപ്പില്ലേ അവിടെ ഞങ്ങളുടെ പാർട്ടിയിൽ തന്നെ. ഈ NCP അജിത് പവാർ പക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണല്ലോ സംസ്ഥാന. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പിണങ്ങിപ്പോയവരല്ലേ, അവർ വേറെ മാറി അവർക്ക് ചിഹ്നവും കൊടുത്ത് അവർ പോയി. ഞങ്ങൾ അന്ന് തന്നെ സുപ്രീം കോടതി അഫിഡവിറ്റ് കൊടുത്തു, ഞങ്ങൾ പവാർ ചെറുതാണെന്ന്. വളരെ ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ അത്. ഞങ്ങൾ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ പവാർ ചെറുതാണ്, ഞാൻ ശശീന്ദ്രൻ. അത് തന്നെ NCP എന്ന് പറയുന്ന ഒരു നാഷണൽ പാർട്ടി ഒന്നുമല്ല, മഹാരാഷ്ട്രയെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അതിനപ്പുറത്തേക്ക് അവർക്കൊന്നുമില്ല. പിന്നെ തോമസ് കെ തോമസ്, ഈ ശശീന്ദ്രനും അങ്ങുമൊക്കെ മത്സരിക്കുന്നത് ആ ടൈം പീസ് അടയാളത്തിലാണല്ലോ. അടുത്ത തെരഞ്ഞെടുപ്പിലും ആ ചിഹ്നം തന്നെ ഉപയോഗിക്കേണ്ടി വരില്ലേ? ഞങ്ങൾക്ക് ചിഹ്നം തന്നത് അജിത് പവാറും ഫ്രൂൽ പട്ടേലും അല്ല, ഞങ്ങൾക്ക് ചിഹ്നം തന്നത് പവാർജിയാണ്. പവാർ സാബാണ് ഞങ്ങൾക്ക് ചിഹ്നം തന്നത്. അത് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഈ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുമോ നിങ്ങൾ? അല്ല, ഞങ്ങൾക്ക് വേറെ ചിഹ്നവും ഇതും തന്നല്ലോ ഓൾറെഡി. ഇപ്പൊ ഞങ്ങളെ പവാർജിയുടെ ഞങ്ങൾക്ക് കാഹളം ഊതുന്ന ഒരു മനുഷ്യന്റെ ചിഹ്നവും പാർട്ടി NCP SP എന്നും പറഞ്ഞ് തന്നു കഴിഞ്ഞില്ലേ. അതിന്റെ കൊടിയും ഞങ്ങൾക്ക് കിട്ടിയല്ലോ, പിന്നെ എന്നാ വിഷയം? അപ്പൊ ഇപ്പൊ നിലവിൽ രാജിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിനാ? ഞങ്ങൾ അവരുമായിട്ടൊരു ബന്ധവുമില്ല, അവരുടെ കൂടെ അല്ല ഞങ്ങൾ പവാർജിയോടെ നിൽക്കുന്നത്. പവാർജിയുടെ പിന്നിലാണ് ഞങ്ങളാണ് നിറഞ്ഞിരിക്കുന്നത്. അത് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ, ഇൻ ദ ബിഗിനിങ്, ഞങ്ങൾ പവാർജിയോടാണെന്നും പറഞ്ഞു. അതിനെക്കാട്ടിലും കൂടുതൽ എന്ത് തെളിവാ വേണ്ടേ? പിന്നെ ഇവർക്ക് പേര് കിട്ടാൻ വേണ്ടി ഓരോ നമ്പർ, ഓരോരുത്തർക്ക് വേറെ പണിയൊന്നും ഇല്ലാതെ കേരളത്തിൽ കുറച്ച് പേര് ഇരിപ്പുണ്ട്, അവരുടെ ഓരോ നമ്പരേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും, ഇത് വലിയ കാര്യമില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മാത്യു ടി തോമസിനും മറ്റേ കൃഷ്ണൻകുട്ടിക്കൊന്നും കുഴപ്പമില്ലേ? അതായത് നിങ്ങൾ കാഹളമൂതുന്ന മനുഷ്യൻ ആ ചിഹ്നത്തിൽ തന്നെയായിരിക്കും ഇനി മത്സരിക്കുക? അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ വേറെ സെപ്പറേറ്റ് ചിഹ്നം ചോദിക്കണം, അതിന്റെ ആവശ്യമില്ല. അത് തന്നെ കോടതി അനുവദിച്ചു തരികയാണെങ്കിൽ ആ ചിഹ്നത്തിൽ ഞങ്ങൾ ഇവിടെ പോകും. ഓക്കെ, അപ്പൊ ഈ ടെന്യൂറിൽ, ഈ LDF സർക്കാരിന്റെ ടെന്യൂറിൽ നിങ്ങൾ തുടരുക തന്നെ ചെയ്യും? പിന്നെ ഒരു സംശയമില്ല. ആദ്യം മുതൽ അങ്ങനെ ആയിരുന്നല്ലോ. ഞങ്ങൾ വ്യത്യാസം ഇവിടെ ഇപ്പൊ 100% പവാർജിയുടെ കൂടെ അല്ലേ. 2 MLA ഉള്ളൂ. 2 MLA പവാർ സാബിനോടാണ് നിൽക്കുന്നത്. പിന്നെ അവിടെ കൂറുമാറ്റം വരുന്നില്ലല്ലോ. പകുതി ഉണ്ടെങ്കിൽ ഒരാൾ മാറി ഒരാൾ തിരിഞ്ഞാലല്ലേ ഉള്ളൂ പ്രശ്നം. പിന്നെ അങ്ങനെ വിഷയം ഉദിക്കുന്നില്ല, വേറെ MLA നന്ദി ശ്രീ തോമസ് കെ തോമസ് ഈ വാർത്തയോട് പ്രതികരിച്ചത്.